അവൻ വലിയ യൂട്യൂബറൊന്നുമല്ല, ആകെ 10-15 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഞങ്ങൾ മാത്രമുള്ള അവനെ അറിയുന്നത്. സോ നിങ്ങളിപ്പോൾ കേട്ടത് എന്നെപ്പറ്റി ഇന്നൊരാൾ പറഞ്ഞതാണ്. സത്യമാണ്, ഞാൻ വലിയ ഇൻഫ്ലുവൻസറൊന്നുമല്ല, ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല. പക്ഷേ എന്നെപ്പറ്റി ഒരാളിങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, എൻ്റെ ഈഗോ അത് ഉണർത്തി. ഓക്കെ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഓക്കെ, ക്രിഞ്ച് ഡയലോഗായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി എന്നെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ 2 വർഷം ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഓക്കെ, സത്യമാണ്, ഞാൻ വീഡിയോ ഇടാത്തത് കൊണ്ടാണ് ഒന്നും കിട്ടാഞ്ഞത്. പക്ഷേ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ അറിയാതെ പറയുമ്പോൾ, അതൊക്കെ എൻ്റെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആക്കി. പക്ഷേ എൻ്റെ മുമ്പിൽ വെച്ചല്ല, വേറൊരാളുടെ ചെവിച്ചെന്ന് ഞാൻ അറിയാതെ പറയുന്നത്. ഓക്കെ, ഹെയ്റ്റ് ചെയ്തു, ഒരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞു, ഇനിയും പറഞ്ഞു, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ അങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതെന്നെ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തിയാണ്. കാരണം സത്യമാണ് പറഞ്ഞത്, ഞാനൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതെൻ്റെ ഈഗോയെ കേട്ടതുകൊണ്ട് ഞാൻ പറയാണ്, അടുത്ത വർഷം നിങ്ങൾ ഈ ചാനൽ വന്ന് നോക്കുമ്പോൾ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ചാനലാക്കി ഞാൻ മാറ്റിയിരിക്കും. വെല്ലുവിളിയാണ്. ഓക്കെ, വെല്ലുവിളി. ഇത് നടന്നില്ലേ ഈ പരിപാടി ഞാൻ നിർത്തും. ഓക്കെ, ഈ പരിപാടി ഞാൻ നിർത്തി വേറെ പണിക്കൂ. ഓക്കെ, ഇത്ര എനിക്ക് പറയുള്ളൂ. സോ നിങ്ങളിപ്പോഴാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേറെ ആർക്കെങ്കിലും കൂടെ ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, ബൈ.